ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാർവാടികൾ പണവരവിനായി ചെയ്യുന്ന ഒരു താന്ത്രികമാണ്. ഇത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ളൊരു താന്ത്രികമാണ്. ഞാനിതൊരു 2 വർഷമായിട്ടില്ല ഇത് ചെയ്ത് തുടങ്ങിയിട്ട്. എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നൈബേഴ്സ് എന്ന് പറയുന്നത് മാർവാടികളാണെന്നുള്ളത്. ഞങ്ങളുടെ ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ വളരെയധികം ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് അവർ. ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന നല്ല വലിയ പണ്ടുകാലത്തെ രാജാക്കന്മാരുടെ കൊട്ടാരം പോലുള്ള വീടുകളെന്ന് പറയുന്നത് പോലെ അത്രയും വലിയ വീടാണ്. കാരണം അവർ കൂട്ടുകുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു 4 തലമുറ ഒന്നിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. കാണുമ്പോൾ മിണ്ടും എന്നതിനപ്പുറത്തേക്ക് അവരുമായിട്ട് അത്ര വലിയ നമ്മൾ അയൽക്കാരെന്നുള്ള ഒരു ഇതൊന്നുമില്ല. എന്നാൽ പോലും എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഇവരെന്ന് അറിഞ്ഞത്. അത് അവർ മാത്രമല്ല, ഞങ്ങളുടെ ഇവിടെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരുപാട് മാർവാടി ഫാമിലീസ് ഉണ്ട്. അതിൽ തന്നെ ഹൈ പൊസിഷനിൽ നിൽക്കുന്നവരാണ് ഇവർ. അപ്പം ഇവരൊക്കെ ചെയ്യുന്നതാണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മാർവാടികളുടെ പരിഹാരങ്ങളൊക്കെ നമുക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തരുന്നതാണ്. കാരണം മാർവാടികൾ ചെയ്യുന്ന ഒരു ലക്ഷ്മി പൂജയുണ്ട് നമ്മുടെ ദീപാവലി സമയത്ത്. വളരെയധികം നമുക്ക് വിചാരിക്കാൻ പറ്റുന്നതിലപ്പുറത്തെ ഫലം തരുന്നതാണ് ആ ഒരു ലക്ഷ്മി പൂജ എന്ന് പറയുന്നത്. ഞാനത് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷം ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ താന്ത്രികങ്ങളൊക്കെ വളരെ ഫലപ്രദമായതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു താന്ത്രികം ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. മാത്രവുമല്ല, ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 2 വർഷം പൂർത്തിയായിട്ടില്ല, പക്ഷേ ഞാനിത് ചെയ്യാറുള്ളതാണ്. വർഷത്തിൽ ഞാനൊരു 3-4 പ്രാവശ്യം ചെയ്യാറുണ്ട്. പക്ഷേ ഈ മാർവാടീസ് എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു താന്ത്രികം നമുക്ക് ഏതൊരു ദിവസം വേണമെങ്കിലും തുടങ്ങാവുന്നതാണ്. അതിന് ഇന്ന ദിവസങ്ങൾ എന്നൊന്നുമില്ല. മാർവാടികൾ ഇത് ചെയ്യുന്നത് ആക്ച്വലി ഒന്നെങ്കിൽ ഇംഗ്ലീഷ് മാസത്തിൻ്റെ ആദ്യത്തെ, അതായത് ഇപ്പം ജൂൺ മാസം 1-ാം തീയതി മുതൽ, അല്ലെങ്കിൽ നമുക്ക് ഈ മിഥുനം 1 എന്ന് പറയുന്നത് പോലെ തന്നെ അവർക്ക് അവരുടെ മാസമുണ്ട്. അപ്പോൾ ആ മാസത്തിലെ 1-ാം തീയതി മുതൽ അങ്ങനെ നിശ്ചയമൊന്നുമില്ല, അതായത് ഇന്ന ഡേറ്റ് എന്നൊന്നുമില്ല. പക്ഷേ ഒരു മാസം തുടങ്ങുമ്പോൾ ആ ഒരു മാസം ഇവരിത് ചെയ്യും. അപ്പം അതിനായിട്ട് വേണ്ടത് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ 9 നവധാന്യങ്ങളാണ്. നമ്മുടെ നവധാന്യങ്ങളുണ്ട് 9 എണ്ണം. ഓരോ ഗ്രഹത്തെയും കുറിക്കുന്ന, അതായത് സൂര്യഭഗവാന് ഗോതമ്പ്, ചന്ദ്രഭഗവാന് നെല്ല് അല്ലെങ്കിൽ പച്ചരി, ചൊവ്വാഗ്രഹത്തിന് പരിപ്പ്, ബുധഗ്രഹത്തിന് ചെറുപയർ, വ്യാഴഗ്രഹത്തിന് കടല, വെള്ളി ഗ്രഹത്തിന്, അതായത് ശുക്രഭഗവാന് നമ്മൾ ഉപയോഗിക്കുന്നത് വെളുത്ത പയറുണ്ട്, അതാണല്ലെങ്കിൽ വൻപയർ ആയാലും മതിയാവും. ശനിക്ക് ഉഴുന്ന്, രാഹുവിന് മുതിര, കേതുവിന് കറുത്ത എള്ള്. ഇവയാണ് നമ്മൾ നോർമലി 9 ഗ്രഹങ്ങൾക്കും ഉപയോഗിക്കുന്ന നവധാന്യങ്ങൾ. അപ്പം നമ്മൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാൻ ഈ 9 ധാന്യങ്ങളും വേണം. ഈ 9-ൽ എന്തെങ്കിലും ഒന്ന് കുറച്ചെടുത്തോട്ടെ എന്ന് ചോദിക്കരുത്. ഈ 9 ധാന്യങ്ങളും ഈ ഒരു പരിഹാരത്തിന് അത്യാവശ്യമാണ്. അപ്പം ഈ 9 ധാന്യങ്ങൾ, പിന്നെ പീരിയഡ്സ്, പുലവാലായ്മ, ഇവയൊന്നും ഈ ഒരു കാര്യത്തിന് ബാധകമേ അല്ല. നോൺ വെജ് കഴിച്ചു എന്നൊന്നും ബാധകമല്ല. പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുന്ന ഒരു സമയത്ത് നിങ്ങളിത് കുളിക്കണം. അപ്പോൾ ഞാനത് ഏതാണെന്നൊക്കെ പറഞ്ഞു തരാം. ഇനി ഇത് ചെയ്യേണ്ടുന്നത് നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോകുന്നതിന് മുൻപും അതിരാവിലെ, ഈ 2 സമയത്താണ്. പിന്നെ ഇത് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ഏറ്റവും മുതിർന്ന സ്ത്രീ ആരാണോ അവരാണ്. ഇപ്പം പറഞ്ഞു വരുമ്പോൾ, ഇപ്പം നിങ്ങൾ ഹസ്ബൻഡിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. അതിൽ തെറ്റുകളൊന്നുമില്ല. പക്ഷേ അവരിത് ചെയ്യും, അവർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ നമ്മളിത് ചെയ്യിക്കുകയും വേണം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് ഞാനിത് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മളിത് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇന്ന് മിഥുനം 1, ഇപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, രാത്രി നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ടാണിത് ചെയ്യേണ്ടത്. ഈ 9 നവധാന്യങ്ങളും നിങ്ങൾ മേടിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നിച്ച് കൂട്ടി കലർത്തി വെക്കുക. ഇപ്പോൾ ചെറിയ പാക്കറ്റ്, ഞാൻ ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലത്തെ ചെറിയ പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ആക്കുക. അതല്ല ഇപ്പോൾ ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1/4 കിലോ ഒക്കെ ആയിട്ട് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 5 സ്പൂൺ വെച്ചിട്ട് എല്ലാ നവധാന്യങ്ങളിൽ നിന്നും എടുത്താൽ മതിയാവും. ഇതൊന്നിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഒരു അടച്ചുറപ്പുള്ള കുപ്പിക്കകത്തിട്ട് അടച്ചു വെക്കാവുന്നതാണ്.
എന്നിട്ട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒന്നുകിൽ ഒരു പച്ച കളറിലെ തുണി എടുക്കുക, അല്ലെങ്കിൽ ഒരു മഞ്ഞ കളിലെ തുണി എടുക്കുക. കോട്ടനോ പോളിസ്റ്ററോ എന്തായാലും കുഴപ്പമില്ല, തുണി തന്നെ വേണം. എന്നിട്ട് ഈ നവധാന്യം, നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന 9 നവധാന്യങ്ങളിൽ നിന്നും 1, 2, 3 സ്പൂൺ അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന്, അതായത് ഞാനിത് പറയുന്നുണ്ട് ഇതെന്താണ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരളവ് അനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതിയാവും. നിങ്ങളിത് ആ ഒരു തുണിക്കകത്തിട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് നമ്മുടെ കൈക്കുള്ളിൽ വെച്ചിട്ട് എൻ്റെ കുടുംബത്തിലോട്ട് സർവ്വ ഐശ്വര്യങ്ങളും ഐശ്വര്യങ്ങളും ധനസമൃദ്ധിയും തന്നനുഗ്രഹിക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ കിടക്കുന്ന തലോണയുടെ അടിയിൽ, പില്ലോയുടെ അടിയിലായിട്ട് ഈ ഒരു നവധാന്യം വെച്ചിട്ട് നിങ്ങൾ അന്നത്തെ രാത്രി കിടന്നുറങ്ങണം. പിറ്റേ ദിവസം അതിരാവിലെ, ഇപ്പം ബ്രഹ്മമുഹൂർത്തത്തിലാണെങ്കിലും നേരം വെളുത്തിട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾ എഴുന്നേൽക്കുക. ഇത് സൂര്യ ഉദയത്തിന് ശേഷം മാത്രം ഇത് ചെയ്യാവുള്ളൂ. നിങ്ങൾ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയത്ത് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം സൂര്യോദയത്തിന് ശേഷം, അതായത് ഒരു 6:30-ക്ക് ശേഷം ഈ നവധാന്യങ്ങൾ ഇതേപോലെ എടുത്തു കൊണ്ടുപോയി നിങ്ങളുടെ വീടിനടുത്ത് പശു ഉണ്ടെങ്കിൽ പശു, പക്ഷികൾക്ക് അല്ലെങ്കിൽ ഉറുമ്പിന്, ഇതിൽ ആർക്കാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് കൊടുക്കാം. അതായത് ഇപ്പോൾ പശുവിനാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിത് വെള്ളത്തിൽ കുതിർത്ത് വേണം കൊടുക്കാൻ. അപ്പം കുറച്ചേറെ ക്വാണ്ടിറ്റി എടുത്തു, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷികൾക്കോ അതല്ല ഉറുമ്പിനോ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് നല്ല രീതിയിൽ തന്നെ അവിടെ കൊണ്ടുപോയി ഇട്ടാൽ മതി. ഇനി ചില പക്ഷികളൊന്നും വെറുതെ കൊടുത്താൽ തിന്നില്ലായിരിക്കും, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് നനച്ചു കൊടുക്കാം, അതിലും തെറ്റൊന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ഏത് ജീവിക്കാണെങ്കിലും കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ തല നനയ്ക്കാൻ പറ്റാത്തവരൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഉച്ചയ്ക്ക്, അതായത് അന്നത്തെ ആ ദിവസം, ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച രാത്രി നിങ്ങളിത് വെച്ചു, നാളെ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് മാത്രം നിങ്ങളിത് കൊടുത്താൽ മതി. കുളിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവുള്ളൂ, 4 മണിക്ക് മുൻപേ കൊടുക്കുകയും വേണം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഒരു ദിവസം പോലും ഇത് കൊടുക്കാൻ മുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പം ഞായറാഴ്ച നിങ്ങൾ വെച്ചു, തിങ്കളാഴ്ച രാത്രിയിലും നിങ്ങളിത് വെച്ചിട്ട് ചൊവ്വാഴ്ച രാവിലെ നിങ്ങൾക്കിത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കൊടുക്കാനായിട്ട് മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്ന് പശുവിന് കൊടുത്തു, നാളെ ഉറുമ്പിന് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും തെറ്റില്ല. അത് നമ്മുടെ ഇഷ്ടമാണ്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്നുള്ളത്. ഇനി കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ ആ രാത്രിയിൽ പറഞ്ഞ അതേ വാക്കുകൾ, എൻ്റെ കുടുംബത്തിലോട്ട് ധനസമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ലക്ഷ്മി കടാക്ഷവും എല്ലാം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മളിത് പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ അപ്പോൾ ഉറുമ്പിന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നല്ല ഉറുമ്പിൻ്റെ കൂടുള്ളിടത്ത് മാത്രമേ ഇത് കൊടുക്കാവുള്ളൂ. ചുമ്മാ നമ്മൾ അവിടെ ഇവിടെയും കൊണ്ടിട്ടിട്ട് കാര്യമില്ല. അതേപോലെ പക്ഷികൾക്ക്, ഇപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ വീട്ടിൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുത്താൽ മതിയാവും. വീടിനടുത്ത് പശു ഉണ്ടെങ്കിൽ പശുവിന് കൊടുത്താൽ മതിയാവും. അതൊക്കെ നിങ്ങളുടെ താല്പര്യാർത്ഥം. ഇനി ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ 21 ദിവസവും നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിത് ചെയ്യണം. ഇപ്പോൾ ഒരു 15 ദിവസം നിങ്ങളിത് ചെയ്തു, 16ാമത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ടോ നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലോട്ടോ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടോ ഒക്കെ പോകേണ്ട വന്നാൽ തീർച്ചയായിട്ടും മുടങ്ങിപ്പോകും. അങ്ങനെ മുടങ്ങിയാലും ഇതിന് ഫലം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. അതേപോലെ തന്നെ അവിടെ പോയിട്ട് ഞാൻ അവിടെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും വരേണ്ടത് നമ്മുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ചെയ്യണം, മറ്റൊരിടത്തോട്ടും പോയി ഇത് ചെയ്യാനായിട്ട് പാടില്ല. ഇനി നമ്മൾ ഈ ചെയ്യുന്നതിൽ എന്ത് രീതിയാണ്, ഇതിന് എന്ത് ഫലമാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്കാവുന്നതെന്നുള്ളൊരു സംശയം ചിലവർക്കുണ്ടാവും. അതായത് നമ്മുടെ ലൈഫിലെ ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ നവഗ്രഹങ്ങൾ മൂലമായിരിക്കും ഉണ്ടാകുന്നത്. ആ ഗ്രഹങ്ങളുടെ ബലഹീനത കുറവ്, ആ ഗ്രഹങ്ങളുടെ ദോഷമൊക്കെ മൂലമുണ്ടാകുമ്പം നമ്മളൊരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആ ഗ്രഹങ്ങൾക്ക് പ്രിയപ്പെട്ട അവരുടെ ആ ഒരു ധാന്യങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി അവരോട് പ്രാർത്ഥിക്കുമ്പോൾ 21 ദിവസം അടുപ്പിച്ച് നമ്മളിത് ചെയ്യുമ്പോൾ ആ ഗ്രഹങ്ങളുടെ അനുഗ്രഹവും അവരുടെ ബ്ലെസ്സിങ്സും നമ്മളിൽ വീഴും. അതേപോലെ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നത് മിണ്ടാപ്രാണികൾക്ക് അന്നദാനം ചെയ്തുകൊണ്ടാണ്. അതായത് നമ്മൾ ഭക്ഷിക്കുന്നതിന് മുൻപ് തന്നെ, അതായത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും കുടിക്കുന്നതിനും കഴിക്കുന്നതിനും മുൻപേ ചെയ്താൽ അതിന് ഫലം കൂടുതൽ കിട്ടും. പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് തന്നെ ജീവജാലങ്ങൾക്ക്, മിണ്ടാപ്രാണികൾക്ക് ഇത് കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഐശ്വര്യം കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. അന്നദാനം എന്ന് പറയുന്ന ഇത്രയും മഹത്തായ പുണ്യം നമ്മൾ ചെയ്തുകൊണ്ടാണ് ഈ ഒരു
കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്. അതേപോലെ ഒരു രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം 21 ദിവസം കണ്ടിന്യൂസ് ആയി ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ഫലം എന്ന് പറയുന്നത് 100-ൽ 100% അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ആ കിഴി എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ തുണി നമുക്ക് നാളത്തേന് വീണ്ടും ഉപയോഗിക്കാം. അതായത് ആ ഒരു നവധാന്യങ്ങൾ നമ്മൾ ഉറുമ്പിനോ അല്ലെങ്കിൽ പശുവിനോ പക്ഷിക്കോ കൊടുത്തതിന് ശേഷം ആ ഒരു തുണി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കഴുകി വാഷ് ചെയ്തിടാവുന്നതാണ്. എന്നിട്ട് രാത്രിയാകുമ്പോൾ വീണ്ടും അതേ തുണിയിൽ തന്നെ നിങ്ങൾക്കിത് കിഴികെട്ടി തലയണയ്ക്കടിയിൽ വെക്കാം. 21 ഡേയ്സും കണ്ടിന്യൂസ് ആയിട്ട് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോവുക. ഫലം എന്ന് പറയുന്നത് അമേസിങ് ആയിട്ടുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് 2 വർഷം കംപ്ലീറ്റ് ആയിട്ടില്ല, 2 വർഷമാകുന്നു ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് കിട്ടിയ ഫലം അത്രമാത്രം നല്ല ഫലമാണ്. അതുകൊണ്ട് കഴിവതും നിങ്ങളും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലായിടത്തും പക്ഷിമൃഗാദികളും ഉറുമ്പും ഒക്കെ ഉള്ളതായിരിക്കും. ഇനി പശുവില്ലെങ്കിൽ ഉറുമ്പെങ്കിലും നിങ്ങൾ താമസിക്കുന്നിടത്ത് ഇല്ലാതെ ഇരിക്കില്ല. അതുകൊണ്ട് കഴിവതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. നല്ല ഫലം തന്നെ എല്ലാവർക്കും കിട്ടും. മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള യാതൊരുവിധ പ്രവൃത്തിയുമല്ല ഇത്. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നവധാന്യങ്ങൾ കൊണ്ട് 9 നവഗ്രഹങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഇത് ചെയ്യണം. തീർച്ചയായിട്ടും നല്ല ഫലം തന്നെ ലഭിക്കും. ഫലം കിട്ടിയാൽ കമൻ്റ് ഇടാനും മറക്കരുത്. എല്ലാവരും ഇത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.